ക്യാമ്പസുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കുമ്പോൾ അവിടെ കൃത്യമായി എൻ്റെ മകൻ കൃത്യമായ ദീനനിഷ്ഠയോടുകൂടെ നടക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് മാറിടങ്ങളിലേക്ക് അവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞപ്പോൾ ഇല മറച്ചുകൊണ്ട് കടന്നുപോയ പ്രവാചകന്റെ സ്വഹാബാക്കൾ ഒരു കൽപ്പന കേട്ടപ്പോൾ അതേപോലെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? ഇതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ലേ? വിശിഷ്യ ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയുമോ, കർണാടകയുടെ വിദ്യാഭ്യാസ മന്ത്രി കേരളക്കരയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമായ വസ്തുതയാണ്. തങ്ങളുടെ വീടും വിട്ടുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നു എന്നൊരു അവസ്ഥ വന്നപ്പോൾ അവരെല്ലാം മറന്നു പോകുന്നു. ഏറ്റവും മോശം അവിടെ കേരളത്തിന്റെ വിദ്യാർത്ഥികളാണ് എന്ന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് വെറുതെയൊന്നുമല്ല, നമ്മുടെ മക്കളുടെ അവസ്ഥ കൊണ്ടാ. നമ്മൾ ആലോചിക്കുക, ഇസ്ലാമിന്റെ ചര്യ പിൻപറ്റുന്നവരോട്, വിശിഷ്യ എൻ്റെ പെങ്ങന്മാരോട് ആലോചിക്കണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, അവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുലുൽ ജന്ന വലാ യജ്ദിന റീഹഹാ. നിസാഉൻ ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, കാസിയാത്തിൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്ത് അവർ നഗ്നരാണ് എന്ന് പ്രവാചകൻ പറയുമ്പോ, വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായി പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവരാരാണെന്നറിയുമോ? മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും തിരിഞ്ഞും നടക്കുന്ന സ്ത്രീകളാണ്. അവരുടെ തലകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടികളും വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രമെന്ന് പറയുന്ന അനുഗ്രഹം അല്ലാഹു നൽകിയിട്ട് അതിനെ വേണ്ട രീതിയിലൂടെ മറച്ചു നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവരെ സംബന്ധിച്ച് പഠിപ്പിക്കുകയാണ്, ലാ യദ്ഖുലുൽ ജന്ന വലാ യജ്ദിന റീഹഹാ. ലാ യദ്ഖുലുൽ ജന്ന, അവരൊരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, വലാ യജ്ദിന റീഹഹാ, ഗാതങ്ങളോളം മൈലുകളോളം കിലോമീറ്ററുകളോളം ആഞ്ഞടിക്കുന്ന ആ ഒരു സ്വർഗത്തിന്റെ സ്വർഗീയ പരിമളം പോലും അനുഭവിക്കാൻ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പൊന്ന സഹോദര ആലോചിച്ചോ, നമ്മുടെ പെങ്ങന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഭാര്യമാര് നരകത്തിലേക്ക് തള്ളിവിടണോ അതോ നരകത്തിന്റെ വിറകുകളാക്കി മാറ്റണോ? ഇതൊക്കെ വസ്തുനിഷ്ഠമായി ആലോചിച്ചോ. ഒരുപാട് കാര്യങ്ങളെ വിശദീകരിക്കാനുണ്ട്, പക്ഷേ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുകയാ. പ്രവാചകന്റെ ചെവിയിൽ നിന്നൊരു കാര്യങ്ങളെ പഠിക്കുമ്പോ അതിനെ സ്വഹാബാക്കൾ മാറോടണച്ച് പിടിച്ചൊരു ചര്യ നമ്മുടെ മുന്നിൽ കടന്നു പോകുമ്പോ അതിൽ നിന്ന് കൃത്യമായ അധ്യാപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചോ. അതല്ലെങ്കിൽ അറിയില്ല കേട്ടോ, മരണമെന്ന വിളിപ്പാടകലെ കാത്തു നിൽക്കുന്ന, ചെറുപ്പിന്റെ വാരടികളെക്കാൾ അടുത്ത് നിൽക്കുന്ന മരണമെന്ന യാഥാർത്ഥ്യം വന്ന് കൊണ്ടുപോകുമ്പോ അഖർതരീ, എന്നെ ഒന്ന് പിന്തിപ്പിച്ചു പോയിരുന്നെങ്കിലെന്ന് അള്ളാഹുവിനോട് കെഞ്ചി പറയുമ്പോ പഠിപ്പിക്കില്ല, അള്ളാഹു മടക്കുകയില്ല. അനുഭവിക്കേണ്ടി വരില്ല സഹോദര, പോകേണ്ടി വരില്ലേ നമുക്ക്? അറിയുമോ, നിങ്ങൾ ഈ മദീയൊരു ഹാളിൽ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ ഇവിടെ നിന്ന് നിങ്ങളുടെ കാലുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അതോ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ ചുമലിലേറ്റിക്കൊണ്ട് കൊണ്ടുപോകുമോ എന്ന് നമുക്കറിയാൻ കഴിയില്ല എന്നിരിക്കേ ഓർത്തോ, വിട്ടുപോകേണ്ട. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളത്ത് മുത്തം നൽകിയ വാപ്പാ എന്ന് വിളിച്ച പുന്നാരമക്കൾ നാളെ രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോ വാപ്പാടെ ജീവസറ്റ ശരീരം അങ്ങ് കണ്ടുപോകുമ്പോ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുമോ എന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല എന്നിരിക്കെ ആ മരണത്തിന് ശേഷം സംഭവിക്കാനുള്ള ഘട്ടങ്ങളെ ഓർത്തോ. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടുന്ന ആളുകൾ മുഴുവനും തിരിച്ചു പോരുമ്പോ, പള്ളിക്കാട് മുഴുവനും ഇരുട്ട് പതക്കുമ്പോ, 6 അടി മണ്ണിൽ നീ ഒറ്റക്കായി കഴിയേണ്ടി വരുമ്പോ
അതുകൊണ്ട് അവസാനിക്കുന്നുണ്ടയില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ഉമ്മമാർക്ക് മക്കളെ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട. പ്രവാചകന്മാര് കൈമലർത്തി പോകുമ്പോ ഒരു മക്കൾ പറയുകയാണ്, നാഥാ എന്റെ മാതാപിതാക്കളെ ഒന്നിങ്ങ് കൊണ്ടുവാ അല്ലാ, അവരുടെ തലക്കൊന്ന് ഞാൻ ചവിട്ടട്ടെ എന്നൊരു മക്കള് പറഞ്ഞു പോകണമെങ്കോ എന്റെ മക്കളെ ദീനിയായി വളർത്തിയിട്ടില്ല, ഇസ്ലാമിന്റെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിപ്പിച്ചില്ല എങ്കിലോർത്തോ മക്കള് നാളെ പരലോകത്ത് ശത്രുവായി തീരുന്നതാ, മാതാപിതാക്കള് ശത്രുവായി തീരുന്നതാ. കൂട്ടുകുടുംബാദികള് ബന്ധുമിത്രാദികളില്ലാതെ നഫ്സി നഫ്സിനെ കണ്ടാലറിയാത്ത മഹ്ശറാവൻ സഭയിൽ സാർത്ഥലോപനായി മനുഷ്യൻ കേഴും. നഫ്സി നഫ്സി യാ നഫ്സി, എന്റെ ശരീരമേ എന്റെ ശരീരമേ എന്ന് മാത്രം മനുഷ്യൻ വലപിച്ചു പോകുമ്പോ അല്ലാഹു വെറുതെ വിടുന്നില്ല കേട്ടോ. ഒരു അണുത്തൂക്കമാരെങ്കിലും നന്മ ചെയ്യുമ്പോ നിലത്ത് വീഴുന്ന പഞ്ചസാരത്തനി എടുക്കാൻ വരുന്ന ഉറുമ്പും കൂട്ടത്തിലെ നിസ്സാരമായ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ തൂക്കം ആര് നന്മ ചെയ്തുവോ ആ നന്മയെ പോലും അവിടെ ഹാജരാക്കപ്പെടുന്ന അത്രയും അണുകളവ് ആര് തിന്മ ചെയ്തുവോ അതും അവിടെ ഹാജരാക്കപ്പെടുമ്പോ മീസാന് സത്യമാണ്, ഗ്രന്ഥങ്ങൾ നൽകല് സത്യമാണ്. ഒരു മനുഷ്യൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെടുമ്പോ നരകത്തിലേക്കങ്ങ് വലിച്ചെറിയപ്പെടുമ്പോ സഹിക്കാൻ കഴിയുമോ നമുക്ക്? ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു വെച്ചുകൊണ്ട് അതിന്റെ തീനാളം ഒന്ന് കൈകളിൽ തട്ടുമ്പോ വേദന കൊണ്ട് കൈവലിക്കുന്ന നാം എങ്ങനെയാ? ആ നരകത്തിന്റെ തീനെ എന്താ? ഏറ്റവും നിസ്സാരമായി പഠിപ്പിക്കുകയാണ്. കാലിനടിയിലെങ്ങാനും ഒരു തീക്കനൽ വെക്കുമ്പോ അതുകൊണ്ട് തലച്ചോറ് തലച്ചുമറിയുന്നതാണെന്ന് പറയുമ്പോ കുടൽമാല മുഴുവനും പുറത്ത് ചാടി കഴുതാസ് കല്ലന വട്ടം ചുറ്റുന്ന പോലെ നട്ടം തിരിയുന്നവര് നരകത്തിന്റെ കാഴ്ചകളാണെന്ന് പറയുമ്പോ ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് സ്വന്തം ശരീരങ്ങളെ മാന്തിപ്പള്ളിക്കുന്നവരും ആ നരകത്തിന്റെ കാഴ്ചകളാണെന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയില്ല പൊന്നേ, സഹിക്കാൻ കഴിയില്ല നമുക്ക്. മരിച്ചു രക്ഷ വേണ്ടയോ? ഉന്നതമായ സ്വർഗ പൂന്തോപ്പുകളിൽ ഉയർത്തപ്പെട്ട കട്ടിലുകളാൽ വിരിക്കപ്പെടുന്ന ആഡംബരമേറിയ പരവതാനികളുള്ള പരത്തപ്പെടുന്ന തലയിണകളും ഹാജരാക്കപ്പെടുന്ന കോപ്പകളുമുള്ള കണ്ണിനാനന്ദം നൽകുന്ന ഹൂറുള്ളീങ്കളാൽ അനുഗ്രഹീതമായി പോയ മുത്തുകൾ വിതരപ്പെട്ട പോലെ പരിണീമണികളായ മക്കൾ ഓടിക്കളിക്കുന്ന കിടക്കാനുള്ള സോഫകളും എത്തിപ്പിടിക്കാനുള്ള പഴവർഗ്ഗങ്ങളുമുള്ള താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉന്നതമായ സ്വർഗ പൂന്തോപ്പുകളിലൊന്ന് പോകണ്ടയോ? അത് മനുഷ്യനുള്ള മോഹമല്ലയോ? അതവനുള്ള അഭിലാഷമല്ലയോ? എങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ജീവിച്ചോ, ആ നാഥനോട് സദാ തേടിക്കോ പറഞ്ഞോ. നമുക്കറിയില്ലല്ലോ നമ്മുടെ അവസ്ഥകളെ സംബന്ധിച്ച്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവിധ വസ്തുതകൾ ഏതൊക്കെ വശങ്ങളുണ്ടോ ദീനിന്റെ എല്ലാവിധ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ഓർക്കണ്ടേ, നമ്മൾ വളരെ 2-3 ദിവസമായി മൊബൈലിൽ ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം, നമ്മുടെ MSMന്റെ സിയാറയിൽ പങ്കെടുക്കുന്ന ഒരു പയ്യൻ ആരിഫ് അല്ലേ, ഇന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. ഒരുപക്ഷെ ഞാൻ ഓർത്തുപോയി, 19 വയസ്സുള്ള ഒരു പയ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലേ, പ്രായവ്യത്യാസമില്ലാതെ വലിപ്പമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ ഇന്ന് അവനാണെങ്കിൽ നാളെ നമ്മളായിരിക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, പാരത്രിക വിജയം സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കുള്ളൊരു ഗുണപാഠങ്ങളാണ്. അറിയില്ല എപ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് വരുന്നത് എന്ന്, എപ്പോഴാണ് പൊഴിഞ്ഞു പോകുക എന്ന് അറിയാനും സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരിക്കലും ആ മരണത്തിന് മുമ്പുള്ള ജീവിതത്തിൽ തയ്യാറെടുക്കാൻ, ഇങ്ങനെ അങ്ങ് പോയാൽ രക്ഷപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് പോകുന്നവർ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ എന്ന പൂർവികരിൽ നിന്ന് വലിയൊരു ഭാഗമുണ്ടെങ്കിൽ പിൻതലമുറക്കാരിൽ നിന്ന് വളരെ കുറച്ചാളുകളേ ഉള്ളൂ. ആ കുറച്ചാളുകളിൽ പെട്ടുപോകാനാണ് ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത് എന്ന ഒരു കൃത്യമായ ദിശാബോധത്തോടുകൂടെ അധ്വാനിക്കുക, പ്രവർത്തിക്കുക എന്ന് പ്രത്യേകം ഉണർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി എന്നെ കൂടെ ഉൾപ്പെടുത്തണമേ എന്ന ദുആ വസിയത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നാദാ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി ഞങ്ങളുടെ നീ മാറ്റില്ല തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, ഇവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.